ഇന്ന് ജൂലൈ 18, 2025. ഇന്നിവിടെ 2 കാര്യങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോണത്. ഒന്ന് നമ്മളെ യൂട്യൂബ് ചാനല് വ്ളോഗിങ് ആദ്യമായിട്ട് ചെയ്യാൻ പോണേ. രണ്ടാമത്തത് ഞങ്ങളെ 100 days പുഷപ്പ് ചലഞ്ച്. ഇന്നലെ എല്ലാവരും പ്ലാൻ ചെയ്ത് കടന്നാൻ പോയതാണ്. 5:30 മണിയാകുമ്പോൾ നമ്മൾ എണീക്കും. ഇപ്പോൾ തന്നെ ആൾറെഡി 5:40 എന്തായാലും നമുക്ക് പോയി നോക്കാം ആരൊക്കെ എണീക്കും എന്നുള്ളത്. എന്തായാലും നമ്മൾ പോയി നോക്കുകയാണ് ആരൊക്കെ എണീക്കും എന്നുള്ളത്. ഒരുത്ത എണീറ്റ് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ഷാഫി എണീക്കടാ മോനെ. ഫ്ലാഷ്ബാക്ക്. ലിയോ കിടന്നിറങ്ങടാ, നാളെ ഓടാൻ പോണ്ടേ. ഷാഫി അമ്മ സെറ്റാ, നാളെ ഓടും. 7 മണിക്ക് പോണം. തീർച്ചയായിട്ടും കുട്ടിമാരെ അപ്പൊ സെറ്റ് കഴിച്ചു. നാളെ 5:30 കാണും. പറയടാ പോരുന്നില്ലേ? ഗൈസ്, ഇതാണ് അവസ്ഥ. പ്ലാൻ ചെയ്യുമ്പോൾ ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നോ. രാവിലെ വിളിച്ചപ്പോൾ ആരും എണീക്കണില്ല. എന്തായാലും ഞാൻ പോവാണ്. അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഇടയിലും കാണില്ല ഇതേപോലത്തെ ഫ്രണ്ട്സ്. എന്തായാലും അവരെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. ഗൈസ്, ഒരുപാട് കാലമായി ഈ ഒരു ചാനൽ ഇങ്ങനെ തുടങ്ങണം എന്ന് കരുതണേ. അപ്പോൾ ഇന്നലെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്താണ് നമുക്ക് ഒരു പുഷപ്പ് ചലഞ്ചും അതേപോലെ രാവിലെ ജോഗിങ് ആയിട്ട് ആ ഒരു കണ്ടന്റിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും വന്നില്ല, സ്വാഭാവികമാണ്. എന്തായാലും നാളെ മുതൽ അവരെ എണീപ്പിച്ച് കൊണ്ടുവരണം. ഇന്ന് കിട്ടിയില്ല, നാളെ എന്തായാലും കൊണ്ടുവരും. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവരെ നോക്കിയിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അവരെ നാളെ മുതലൊക്കെ ആയിട്ട് കൊണ്ടുവരണം. ഇത് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കണേ. അവരെ നോക്കിയിട്ട് കാര്യമില്ല, അവരെ നമുക്ക് നാളെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ അൽക്കൂസിൽ ഉള്ള. ഞാൻ പറയാൻ വിട്ടുപോയി, ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. ദുബായ് അൽക്കൂസിലാണുള്ളത്. ഇവിടെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണത്. കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ നമ്മളെ ആളുകൾ യൂട്ടിലൈസ് ചെയ്യണില്ല. ഇവിടെ എന്താ വർക്കൗട്ട് ചെയ്യാൻ വന്നൊരു ഏട്ടനുണ്ട്. മൂപ്പര് മലയാളം എല്ലാന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് മൂപ്പരോട് സംസാരിച്ചു നോക്കാത്ത കാലം മൂപ്പര് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക്. भैया अस्सलाम वालेकुम, क्या नाम है आपका? बबलू कुमार। किधर से आप? मैं नेपाल से। नेपाल से, अच्छा। तुम अभी स्टार्ट करके कितना महीना हो गया? स्टार्ट करके लगभग 8 महीना हो गया।
8 महीने से स्टार्ट कर रहा हूँ डेली डेली आएगा डेली अच्छा एक दिन छुट्टी रहता है एक्चुअली ബ്രോ നേപ്പാളിൽ നിന്നുള്ള ആളാണ്. മൂപ്പര് ലാസ്റ്റ് 8 മാസമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഡെയിലി ഒരു ദിവസം പോലും മുടക്കാതെ നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മൂപ്പരത് എൻജോയ് ചെയ്യുന്നുണ്ട് ആള്. നമ്മള് പുഷപ്പ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണെന്ന്, പക്ഷെ ഇതുവരെ പുഷപ്പ് ഒന്നും കണ്ടില്ലാന്ന് കേൾക്കാലും. എന്തായാലും ഞാൻ പുഷപ്പ് ചെയ്യാൻ പോവാണ്. കൊറേ കാലം തടി വന്നിട്ട് നാട്ടിൽ പോയിട്ട് മന്തി മധുരൊക്കെ കടിച്ചുകൊണ്ട് തടിയൊക്കെ ആകെ അരപ്പായി. ഇൻഷാല്ലാ ഇനി 100 ദിവസം കഴിയുമ്പോഴത്തേന് ബോഡിയൊക്കെ ഫിറ്റ് ആക്കി എടുക്കണം. എന്തായാലും ഇൻഷാല്ലാ നമ്മളിനി കുറെ വെറൈറ്റി വ്ളോഗുകളായിട്ട് വരും. മെയിനായിട്ട് നമ്മൾ ഈ ഫിറ്റ്നസ് ചലഞ്ചും അതേപോലെ ട്രാവലിങ്, ഫുഡ് ബ്ലോഗും പിന്നെ കുറഞ്ഞ രീതിയിലൊക്കെ ചെയ്യണമെന്ന് കരുതിട്ട് ഇൻഷാല്ലാ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ചെയ്യണമെന്നുണ്ട്. ഈ വർഷം സ്കൈ ഡൈവിന് പോകണമെന്നുണ്ട്. എന്താവും അറിയില്ല. നല്ല ബഡ്ജറ്റാണ്. നമ്മളെ കൊണ്ട് അത് സെറ്റാക്കാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാല്ലാ എന്തായാലും ഈ വർഷം പോകും. കൊറേ കാലത്തിന് ശേഷം ഇങ്ങനെ കൊറേ കാലായോണ്ട് ഇന്ന് അധികം അങ്ങോട്ട് തടി അനക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് പണിക്ക് പോകേണ്ടതൊക്കെ അല്ലേ. പതുക്കെ അങ്ങനെ ചെയ്തിട്ട് കൊണ്ടുവരണം. എന്തായാലും ഇപ്പോഴത്തെ ഒരു കാലത്ത് വ്യായാമം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മത്തെ ഇപ്പോഴത്തെ ഫുഡ് കൾച്ചറും അതേപോലെ ബാക്കിയുള്ള നമ്മളോരോ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ എക്സസൈസും കാര്യങ്ങളൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മളിപ്പോൾ പ്രവാസ ജീവിതത്തിലാണ്. ജോലി തിരക്കും അതേപോലെ ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നമ്മളെ ശരീരമൊക്കെ ഭയങ്കര വീക്കായിരിക്കും. അപ്പം എല്ലാവരും എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക, ബോഡി ഫിറ്റായിട്ട് ഇരിക്കുക. ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കണമെന്നൊന്നും പറഞ്ഞാലും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. മാക്സിമം കുറക്കുക. പിന്നെ അതേപോലെ എക്സസൈസുകൾ ചെയ്യുക. എന്തായാലും എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് പറയാൻ മറന്നത്, മിസ്റ്റർ തൈക്കു എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നല്ല